നമസ്തേ. മാതാപിതാക്കളോടാണ്. രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ അവർ പരമാവധി ശ്രമം നടത്തും. പട്ടാളത്തിന്റെ തോക്കിൻ മുദ്രയെന്ന് പറഞ്ഞ് തൊഴിലാളികളെ ബലി കൊടുത്ത ചരിത്രമുള്ള ആളുകളാണ്. ഒരൊറ്റ നേതാവിന്റെയും വീട്ടിൽ കമ്മ്യൂണിസം കയറ്റില്ല. നേതാക്കന്മാർ സ്വന്തം മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ PMC പ്രകാരമുള്ള പാഠ്യപദ്ധതിയിൽ CBSE സിലബസിൽ പഠിപ്പിക്കുന്നു. സ്വന്തം മക്കളെ സമരത്തിനും പോലീസിനെ കല്ലെറിയാനും വിടില്ല. അതേസമയം സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിലെ കുട്ടികളെ കൊണ്ട് തെരുവിൽ കലാപമുണ്ടാക്കും ഇവറ്റകൾ. ഇന്ന് കോട്ടയത്ത് കലാപം നടത്താൻ ഇവറ്റകൾക്ക് കുട്ടികളെ കിട്ടിയില്ല എന്ന് കേൾക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഇവറ്റകളെ പേടിച്ച് ബോധമുള്ള മാതാപിതാക്കൾ കുട്ടികളെ കേരളത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുകയാണ്. കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല, സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ കോമാളികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ മക്കളാണ് ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിൽ കൂടുതലും പഠിക്കുന്നത്. അല്ലാത്തവരൊക്കെ തന്നെ പണ്ടേ കേരളം വിട്ടു. ഒരു പോലീസ് കേസിൽ പെട്ടാൽ പോലും ജീവിതം നശിക്കും. ഇതെല്ലാം ക്രിമിനൽ കേസുകളാണെന്ന് ഓർക്കണം. സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിർബന്ധമായും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അവർ നോക്കും. ക്രിമിനൽ കേസിൽപ്പെട്ട ഒരുത്തനും കേസ് തീർന്നാലും നല്ല ഒരു ജോലി പോലും കിട്ടില്ല. കേസിൽ പെടുന്നവർ നാട്ടിൽ കോടതിയും കേസുമായി വർഷങ്ങൾ നരകിക്കുമ്പോൾ ഇവരുടെ നേതാക്കന്മാരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ മുതലാളിത്തത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരിക്കും. രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പും പിരിവും ഇതാണ് അവരുടെ ലക്ഷ്യം. അതിന് അവർക്ക് നാട്ടുകാരുടെ മക്കളെ വേണം. ഞാൻ പെറ്റ മകനെ എന്ന നിലവിളി കേരളം മറന്നു കാണില്ല. ഈ പ്രായത്തിൽ കുട്ടികളെ പെടുത്താൻ വളരെ എളുപ്പമാണ്. ഇവറ്റകളെ തിരിച്ചറിയുക, മക്കളെ ഈ കൊടും ക്രിമിനൽ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ ഇനിയും അവരെ അനുവദിക്കരുത്.